ശ്രീരാജൻ, കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലം ഇലക്ഷൻ ഉടൻ വരാൻ പോയിരിക്കുകയാണ്. അതിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം കാത്തിരിക്കുന്ന മണ്ഡലം തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂർ മണ്ഡലം ഈ പ്രാവശ്യം ആരെടുക്കും താങ്കളുടെ അഭിപ്രായത്തിൽ? തൃശ്ശൂർ മണ്ഡലം കൃത്യമായിട്ട് നമുക്കൊരു പ്രവചനം നടത്താൻ ഈ പ്രാപ്തനല്ല ഞാൻ. നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പഴയ ചരിത്രത്തിലൂടെ നോക്കി കഴിയുമ്പോൾ പുതിയ നിഗമനങ്ങളിൽ നമുക്ക് എത്താൻ പറ്റും. അതായത് ഇടതുപക്ഷ ചായ്വുള്ള ഒരു മണ്ഡലം തന്നെയായിരുന്നു തൃശ്ശൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2004 അവിടെ CPIയുടെ ശക്തനായ പിന്നീട് സംസ്ഥാന സെക്രട്ടറിയായ CK ചന്ദ്രപ്പൻ അവിടെ വൻ വിജയം കൊയ്തു. 30% വോട്ടുകൾ അദ്ദേഹം നേടി. 2009 PC ചാക്കോയാണ് ആ മണ്ഡലം കൊണ്ടുപോയത്. 2014 CPIയുടെ തന്നെ CN ജയദേവൻ, അതായത് നല്ല ഭൂരിപക്ഷത്തിനായി. 2019 ഏറ്റവും കൂടുതൽ TN പ്രതാപൻ. അവിടെ മറ്റുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെ വൻ ഭൂരിപക്ഷം നേടിയപ്പോൾ ഏതാണ്ട് 40,000 മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ TN പ്രതാപന് കിട്ടിയുള്ളൂ. TN പ്രതാപന്റെ ഈ പാർലമെന്റിലെ പ്രകടനം വളരെ ദയനീയമായി. അദ്ദേഹം ഇവിടെ ശിവൻകുട്ടിക്ക് പഠിക്കുകയാണോ എന്ന് തോന്നത്തക്ക രീതിയിൽ പാർലമെന്റിലെ അച്ചടക്ക ലംഘനം കൊണ്ടാണ് ശ്രദ്ധേയൻ. പ്രസ്താവികമായിട്ടുള്ള ഒരു പ്രസ്താവനയും അല്ലെങ്കിൽ ചോദ്യവും പാർലമെന്റിൽ ഉന്നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മണ്ഡലത്തിൽ തന്നെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് പറ്റിയില്ല. ഒരു പരാജയമായിരുന്നു എന്ന് ഏറെ പറയാം. അദ്ദേഹം ചെയ്ത ആകെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഫണ്ട് അനുവദിക്കാത്തത് എന്താണെന്നൊരു ചോദ്യം. CPM കേന്ദ്രത്തിന്റെ തെറ്റായ നയം കൊണ്ടാണ് കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്നുള്ള തെറ്റായ പ്രചരണം നടത്തുന്ന അവസരത്തിൽ CPMന് ഒരു ലിഫ്റ്റ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചു. അത് ശരിയായ ഒരു നീക്കമാണെന്ന് മുഖ്യമന്ത്രി പറയുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയൊക്കെ ചെയ്തു. അത് മാത്രമാണ് അദ്ദേഹം ചെയ്ത ഒരേ ഒരു കാര്യം. ഇടതുപക്ഷത്തിനെ സഹായിക്കുന്ന ഒരു നിലപാട് പാർലമെന്റിൽ എടുത്തു എന്നുള്ളതാണ്. വാസ്തവത്തിൽ 2019 അദ്ദേഹം ജയിച്ചത് ഈ ശബരിമല, 2 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രമല്ല, ശബരിമല അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ മുഖ്യമന്ത്രി കാണിച്ച ആവേശമാണ് ഒരു കാരണം. മറ്റൊരു കാരണം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ ഒരു അവരുടെ ക്യാപ്സ്യൂളുകൾ വഴി ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയുണ്ടായി. അതായത് ഇപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ പോകുന്നു, BJP പൂട്ടാൻ പോകുന്നു, നരേന്ദ്രമോദി തോൽക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു ഹൈപ്പ് ആംബിയൻസ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് വാസ്തവം അമേഠിയിലും അദ്ദേഹം പരാജയപ്പെട്ടു. കോൺഗ്രസ് 50-ൽ താഴെ സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഇപ്പോഴും അതുപോലൊരു അനുഭവമാണ് കാത്തിരിക്കുന്നതെന്ന് ആൾ ഇന്ത്യയിൽ ലെവലിൽ നടത്തുന്ന, അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന സർവേകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും കേരളത്തിലെ മറ്റൊന്നാണ്, ഇപ്പൊ BJP പരാജയപ്പെടും, അടുത്തത് പിന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് തൃശ്ശൂർ. മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യം സുരേഷ് ഗോപി എന്ന വ്യക്തിയാണ്. കഴിഞ്ഞ പ്രാവശ്യം 3-ാം സ്ഥാനത്ത് സുരേഷ് ഗോപി, ഈ പ്രാവശ്യം 3-ാം സ്ഥാനത്ത് പോകുമെന്നാണ് പ്രവചനം. അതെ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ശരിയാണ് 3-ാം സ്ഥാനമാണ് കിട്ടിയതെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയത് 28.19% മൊത്തം മണ്ഡലത്തിലെ, ഓർക്കണം, 28.19% വോട്ടുകളാണ്. അതേതാണ്ട് 1-2 സ്ഥാനങ്ങൾ നേടിയ ആളുകളോട് ഏതാണ്ട് കിടപിടിക്കത്തക്ക രീതിയിലാണ്. അപ്പോ ഈ അത്രയെന്ന് പറയുമ്പോൾ ഏതാനും വോട്ടുകൾ കൂടി, ഏതാനും എന്ന് പറഞ്ഞാൽ ഈ 1000ന്റെ എണ്ണത്തിലാണ് ഈ പറയുന്നത്, ഏതാനും 1000 എണ്ണങ്ങൾ കൂടി തികച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. BJP ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിലാണ് A ക്ലാസ് മണ്ഡലം എന്നുള്ളത്. പിന്നെ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു ദോഷം എന്ന് പറയുന്നത്, തൃശ്ശൂർ എന്നുള്ളത് ഒരു ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ്. അതായത് ഇസ്ലാമിക ന്യൂനപക്ഷമല്ല. നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇസ്ലാം എന്നാണ് ചേർത്ത് വയ്ക്കുന്നത്. അങ്ങനെയല്ല, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം. ക്രിസ്ത്യകൾ അവർക്ക് വ്യവസായം കൊണ്ടും പിന്നെ അതുപോലെ വാണിജ്യം കൊണ്ടും ഒക്കെ പ്രാമുഖ്യം, സ്വർണ്ണ വ്യാപാരത്തിലും ഒക്കെ അവർ വളരെ മുന്നിട്ട് നിൽക്കുന്ന, സാമ്പത്തികമായിട്ടും പ്രാമുഖ്യമുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ. അപ്പോ ആ ഒരു ഹിന്ദുത്വ സെന്റിമെന്റ് മാത്രമേ സുരേഷ് ഗോപി നോക്കിയുള്ളൂ, മറുവശത്ത് നോക്കിയിട്ടില്ല. അതിന്റെ ഒരു ഫലമാണ്, ആ ഒരു തെറ്റ് തിരുത്തുന്ന വിധത്തിലാണ് പരസ്യമായിട്ട് തന്നെ പവറട്ടി പള്ളിയിൽ അദ്ദേഹം കൊണ്ടുപോയി ഒരു കിരീടം ചാർത്തിയത്. അതൊരു വല്ലാതെ നൊന്തിട്ടുണ്ട്. CPI ഒക്കെ
ഈ അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ടുകൾ നേടിയാണ് വിജയിച്ചിട്ടുള്ളത്. കാരണം അവർക്കിടെ സുരക്ഷയിൽ RSS വരും എന്നൊക്കെ ഒരു ഭീതി സൃഷ്ടിക്കുക. കിരീടം വിവാദത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. കിരീടം വീണ്ടും അതുകൊണ്ടാണ് അവർ വളരെ ഭയക്കുന്നു. ആ ന്യൂനപക്ഷത്തോടുള്ള നേർക്കൊരു പാലം സുരേഷ് ഗോപി ഇട്ടത്. ആ കാര്യത്തിൽ അവർക്ക് വളരെ ഭയാശങ്കകൾ ഉണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ദൈവികമായിട്ടുള്ള വിഷയത്തെ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു വിഷയത്തെ അവരിങ്ങനെ ചർച്ച ചെയ്യുകയില്ല. അത് അതിന്റെ പ്രധാന കാരണം അതാണ്. അപ്പൊ അവർക്കിടയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുക, സുരേഷ് ഗോപി നിങ്ങളെ പറ്റിച്ചു എന്നൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നറേറ്റീവും ക്യാപ്സ്യൂളും ഇപ്പൊ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രപരമായിട്ടുള്ള ഒരു അടവ് നയമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സുരേഷ് ഗോപിയെ എത്രമാത്രം അവർ പേടിക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ്. അപ്പൊ ഈ രണ്ട് സ്ഥാനാർത്ഥികളിലും താഴെ നിന്ന സുരേഷ് ഗോപി രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇപ്പം കുറച്ച് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രി ഇപ്പൊ രണ്ടാമത്തെ സന്ദർശനവും കഴിഞ്ഞ് ഇനിയിപ്പോ പാലക്കാട്ടും വരുന്നുണ്ട്. അപ്പൊ പാലക്കാട്ടെന്ന് പറയുമ്പോൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ മാത്രമല്ല അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ഈ തൃശ്ശൂർ മണ്ഡലം, തൊട്ടടുത്തുള്ള തൃശ്ശൂർ മണ്ഡലത്തിൽ അവർ ധാരാളം വോട്ടർമാരും അവിടെ പങ്കെടുക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. സുരേഷ് ഗോപിയെ വളരെ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് പ്രധാനമന്ത്രി തന്നെ കാണുക. കേന്ദ്രത്തിലൊരു മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം കഴിവുള്ള ആളാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥാനാർത്ഥികളിൽ മൂന്നിലും പാർലമെന്റിൽ ഒരു തലയെടുപ്പുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് അല്പം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്ത പ്രശ്നങ്ങൾ ഞാൻ മറ്റൊരു ചോദിച്ചോട്ടെ. സിറ്റിംഗ് MP പ്രധാന മാറ്റിയിട്ട് വടകര MP മുരളീധരനെ തൃശ്ശൂർ കൊണ്ടുവന്നിരിക്കുന്നത് അത് കോൺഗ്രസിന് ഗുണം ചെയ്യൂ? ഇല്ല, വടകരയിൽ നിന്ന് വലിയ രസമെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പലപ്പോഴും കരുണാകരന്റെ തട്ടകം എന്നറിയപ്പെടുന്നു. കരുണാകരൻ ഇവിടെ തോറ്റിട്ടുണ്ട്, AR മേനോനോട് തോറ്റു, പത്മജ വേണുഗോപാൽ തോറ്റിട്ടുണ്ട്. അതുപോലെ മുരളീധരനെയും തോൽപ്പിച്ച മണ്ഡലമാണ് ഈ തൃശ്ശൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനൊന്നും അവരുടെ തട്ടകമായിട്ട് അഹങ്കാരം മുരളീധരൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കോട്ടയെല്ലാം അങ്ങ് പിടിച്ചടക്കും എന്നൊരു അഹങ്കാരമൊന്നും വേണ്ട. അദ്ദേഹം അത്ര ഇവർ രണ്ടുപേരും പത്മജ വേണുഗോപാലൊക്കെ BJPയിലേക്ക് പോയ പത്മജ വേണുഗോപാലായാലും മുരളീധരനായ അച്ഛന്റെ നിഴലിൽ നേതാക്കളായ ആൾക്കാരാണ്. അല്ലാതെ കോൺഗ്രസിലെ ബൂത്ത് നില മുതൽ പ്രവർത്തിച്ച് നേതാക്കളായ ആൾക്കാരെ പോലെയുള്ള ആളൊന്നും അല്ല ഈ മുരളീധരൻ. മുരളീധരൻ വന്നാൽ പിടിച്ചടക്കും. മുരളീധരൻ അന്ന് പ്രതികൂല രാഷ്ട്രീയ അന്തരീക്ഷത്തിലും വട്ടിയൂർക്കാവിൽ ജയിക്കാൻ കാരണം എന്താണ്? വട്ടിയൂർക്കാവിൽ അവിടെ നായർ സമുദായത്തിന് മുൻകൈയുള്ളത് കൊണ്ട് നായർ സമുദായം തങ്ങളിൽ ഒരാളായിട്ട് കരുണാകരനെയും മുരളീധരനെയും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ കരുണാകരനും മുരളീധരനും പത്മജ വേണുഗോപാലും എല്ലാം RSSനെ പിണക്കാതെ നിന്ന് RSSന്റെ വോട്ടുകൾ കൂടി നേടിയിട്ടുള്ളവരാണ്. അതാണ് അവരുടെ മതേതരത്വം. അത് രഹസ്യമായിട്ട് അതും വെച്ച് പരസ്യമായിട്ട് മതേതരത്വം RSSനെ എതിർക്കുകയും ചെയ്യും, രഹസ്യമായിട്ട് അവരുടെ വോട്ടുകൾ വാങ്ങുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ടെന്ന്. ആ തന്ത്രത്തിന്റെ ആൾക്കാർ തന്നെ അത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, വെളിപ്പെട്ടിട്ടുള്ളതുമാണ്. മുകുന്ദൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. BJPയുടെ ഉന്നത നേതാവായിരുന്ന മൂന്തേട്ടൻ എന്ന് വിളിക്കുന്ന മുകുന്ദൻ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയമാണ് അവിടെ. ഇപ്പൊ ആ RSS അവര് രഹസ്യമായിട്ട് സ്വീകരിച്ചിരുന്ന RSS വോട്ടുകൾ ഇപ്പൊ തീർച്ചയായിട്ടും തൃശ്ശൂരിൽ അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അത് സുരേഷ് ഗോപിക്ക് തന്നെ കിട്ടും. കൂടാതെ ക്രിസ്ത്യൻ BJP ഒരു പാലം, ഈ റബ്ബർ അങ്ങനെയുള്ള കാര്യങ്ങളില്, അതുപോലെ ചർച്ച് ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടിട്ടുള്ളത് കൊണ്ട് ഒരു വിഭാഗം ക്രിസ്ത്യൻ വോട്ടുകളും അവർ പ്രബലരും അതുപോലെ തന്നെ വ്യവസായികളും ആയതുകൊണ്ട് കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാൻ കേന്ദ്രത്തിൽ BJP തന്നെ വരുന്നതാണെന്നൊരു ബോധ്യം അവരിൽ ഉണ്ടായിട്ടുണ്ട്. അവര് സുരക്ഷിതരെ. 2024 ഇലക്ഷനിൽ തൃശ്ശൂർ CPIക്കാണ് മുൻതൂക്കം. CPIക്കുള്ള അങ്ങനെ CPIക്ക് മുൻതൂക്കമെന്ന് നമുക്ക് അങ്ങനെ അടച്ചു പറയാൻ പറ്റില്ല. CPI തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ല മുഴുവൻ അവിടെ ഏതെങ്കിലും ഒരു ജില്ല CPIക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ അച്യുതന്റെ തട്ടകമായിരുന്ന തൃശ്ശൂർ തന്നെയാണ്. സത്യമാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ഈ മുരളീധരന്റെ അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപിയുടെ ഒക്കെ ഈ രണ്ടാം വരവോടുകൂടി ഈ സംഗതി ആകെ മാറിയിട്ടുണ്ട്. തന്നെയല്ല, അദ്ദേഹം ചെയ്യുന്ന മനുഷ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ തന്നെ പാർലമെന്റ് അംഗം അല്ലാതിരുന്നപ്പോൾ പോലും ചെയ്ത ആ സേവനങ്ങളും ഒക്കെ തന്നെ അതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയില്ല. അപ്പോ പലർക്കും സേവനം പലപ്പോഴും വോട്ടായി മാറാറുണ്ട്. വ്യക്തിത്വം കൂടി പരിശോധിച്ചായിരിക്കും അവിടെ വോട്ട് ചെയ്യപ്പെടുക. പൊളിറ്റിക്കൽ വോട്ട് മാത്രമല്ലല്ലോ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അദ്ദേഹം പോയാൽ തീർച്ചയായിട്ടും ഗുണമുണ്ടാവും, കഴിവുണ്ട് ഉള്ള ആളാണ്. അതുകൊണ്ട് മണ്ഡലത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടാകും. ഇപ്പൊ സുനിൽകുമാർ നല്ലൊരു മന്ത്രിയായിരുന്നു, കഴിവുറ്റ മന്ത്രിയായിരുന്നു. പക്ഷെ പാർലമെന്റിൽ പോയി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? CPIക്ക് ആകെപ്പാടെ കിട്ടുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള 4 സീറ്റുകളിൽ അവരുണ്ടെങ്കിൽ രണ്ടെണ്ണം കിട്ടിയെന്നിരിക്കും. ആ 2 എണ്ണം കൊണ്ട് പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണത്തിന്റെ ഒരു ഭാഗമായി തീരുകയാണ്. ഒരു കേന്ദ്രമന്ത്രി തീർച്ചയായിട്ടും ആകാൻ യോഗ്യതയുള്ള ആളാണ്.
അപ്പൊ അതൊക്കെ സാധാരണ ജനങ്ങള് കോമൺ മാൻ ഈസ് മോർ ഇന്റലിജന്റ്, ഇതൊക്കെ കണക്കാക്കി ആയിരിക്കും അവരുടെ വോട്ടുകൾ പോവുക. CPIയുടെ ഈ മുൻതൂക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ശരിയാണ്. ശബരിമല ആ വിഷയം എടുത്തെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യവും CPI ഇവിടെ ജയിക്കുമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പൊ കാര്യങ്ങളൊക്കെ വളരെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു നരേന്ദ്രമോദി. ഇപ്പോ സാധാരണക്കാരൊക്കെ പറഞ്ഞ BJPയെ ജയിപ്പിക്കുക എന്നല്ല, മോദിയെ ജയിപ്പിക്കുക, മോദി വരണം വീണ്ടും എന്നാണ് സാധാരണക്കാർക്കൊക്കെ ഒരാഗ്രഹമുള്ളത്. കാരണം പലരും അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാണ്. ആ മാറ്റം, ഇന്ത്യക്കുണ്ടായ മാറ്റം നേരിൽ കാണുന്നവരാണ്, ഇപ്പം ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള സങ്കല്പം തന്നെ ലോകത്തിൽ ഒരൊറ്റ രാഷ്ട്രത്തിൽ ഇതുപോലെ ഡിജിറ്റൽ മാടക്കടയിലും അതുപോലെ എല്ലാ കടകളിലും ഡിജിറ്റൽ സംവിധാനത്തിൽ കൂടി പേയ്മെന്റ് നടക്കുന്ന ഒരു രാഷ്ട്രം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഇച്ഛാശക്തി അത് എല്ലാ ജനങ്ങളിലേക്കും, സാധാരണ ഇങ്ങനെയായിട്ട് മാടക്കട നടത്തുന്ന മുറുക്കാൻകട നടത്തുന്ന ആൾക്കാർ വരെ ഗൂഗിൾ പേയ്മെന്റ് സ്വീകരിക്കുമ്പോൾ ഇതിനൊരു നേതൃത്വമുണ്ട്, ഇതിനൊക്കെ ഒരു പിന്നിൽ ഒരു വ്യക്തി ശക്തിയുണ്ട് എന്നുള്ളതാണ്. അതാണ് മോദി. അതല്ല BJPയോ RSSുമായിട്ട് ബന്ധപ്പെട്ടതല്ല, കഴിവുറ്റ ഇച്ഛാശക്തിയുള്ള ധീരനായ ഒരു ഭരണാധികാരി എന്നുള്ള ഇമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് സുനിൽകുമാർ പോകുമ്പോൾ ആരായിരിക്കും പ്രധാനമന്ത്രി എന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? അതിന് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ പ്രധാനമന്ത്രി പ്രതിച്ഛായുള്ള ആളാരാണ്? ഇന്ത്യ സഖ്യത്തിന് തന്നെ എന്തെങ്കിലും ഒരു ആശയം അതിനെക്കുറിച്ച് പറയാനുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ആവുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസിനെ ഒരു ജൂനിയർ പാർട്ടി ആയിട്ടേ മറ്റ് ഇന്ത്യ കക്ഷികൾ കരുതുന്നുള്ളൂ. 2024 ഇലക്ഷനിൽ തൃശ്ശൂർ ജനം ആർക്കൊപ്പം ഇലക്ഷൻ റിസൾട്ട് വരും പറയും. നന്ദി ശ്രീ രാജേന്ദ്രൻ.